ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 91. നമ്മൾ 46-ാമത്തെ ഉപനിഷത്തിൽ ആത്മോപനിഷത്താണ് നോക്കുന്നത്. കഴിഞ്ഞതിൽ സാധാരണക്കാരൻ്റെ ദൃഷ്ടിയിൽ ആത്മാവും അന്തരാത്മാവും എന്താണെന്ന് കണ്ടു. ഇനി സാധാരണക്കാരൻ്റെ ദൃഷ്ടിയിൽ പരമാത്മാവ് എന്താണെന്ന് പറയാൻ പോവുകയാണ്. പരമാത്മാവ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ്റെ ദൃഷ്ടിയിൽ ചില കാര്യങ്ങളെല്ലാം ഓടി വരും. അത് ഈ ആത്മീയ പ്രഭാഷണങ്ങളിൽ നിന്നെല്ലാം കിട്ടിയിട്ടാണ്. ആത്മീയം എന്ന് കേൾക്കുമ്പോൾ പരമാത്മാവ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് അവൻ്റെ മനസ്സിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. പരമാത്മാവ് എന്നെല്ലാം കേൾക്കുമ്പോൾ എന്തെല്ലാണെന്നാണ് ഇതിലൂടെ പറഞ്ഞത്. സാധാരണക്കാരന് അജ്ഞന്റെ ദൃഷ്ടിയിൽ നിന്ന് തന്നെയാണ് ഇത് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. അധ പരമാത്മാ നാമ യഥാക്ഷരം ഉപാസനീയ സ ച പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി യോഗാനുമാനാധ്യാത്മ ചിന്തകം വടകണിക വാ ശ്യാമാകദണ്ഡു ലോ വാ ബാലാഗ്ര ശതസഹസ്ര വികൽപ്പനാഭി സ ലഭ്യതേ നോപലഭ്യതേ ന ജായതേ ന മ്രിയതേ ന ശുഷ്യതി ന ക്ലിദ്യതേ ന ദഹ്യതി ന കമ്പതേ ന ഭിദ്യതേ ന ഛിദ്യതേ നിർഗുണ സാക്ഷീഭൂത ശുദ്ധോ നിരവയവാത്മാ കേവല സൂക്ഷ്മോ നിഷ്കലോ നിരഞ്ജനോ നിർവികാര ശബ്ദ സ്പർശ രൂപരസ ഗന്ധവർജിതോ നിർവികൽപോ നിരാകാംക്ഷ സർവവ്യാപി സ്വചിന്യോ നിർവർണ്യശ്ച പുനാത്യശുദ്ധാന്യഭൂതാനി നിഷ്ക്രിയസ്തന്യ സംസാരോ നാസ്തിതി. പരമാത്മാവ് കോടിക്കണക്കിന് ജീവികളാൽ ഈശ്വരരൂപത്തിൽ ആരാധിക്കപ്പെടുന്നതിനാൽ പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, യോഗം, അനുമാനം, ആത്മവിചിന്തനം മുതലായവ മുഖേന ഏറ്റവും സൂക്ഷ്മവും ഒരു മുടിനാരിൻ്റെ 1000-ൽ 1 ഭാഗത്തേക്കാൾ സൂക്ഷ്മമായും പരമാത്മാവായ അത് ഞാൻ തന്നെ എന്ന ചിന്തയിൽ ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നു. അത് ഒരിക്കലും ജനിക്കുന്നില്ല, പൊട്ടുന്നില്ല, ഛേദിക്കപ്പെടുന്നില്ല. അത് നിർഗുണവും നിർഗുണനും ശുദ്ധസ്വരൂപനും നിർമ്മലനും നിരഞ്ജനനും വികാരരഹിതനും ശബ്ദരസഹീനനും ജ്ഞാനരഹിതനും നിർവികൽപ്പനും ആകാംക്ഷയില്ലാത്തവനും സർവവ്യാപിയും അചിന്യനും വർണ്ണാതീതനുമാകുന്നു. അത് അശുദ്ധവും അപവിത്രവുമായതിനെ ശുദ്ധവും പവിത്രവുമാക്കുന്നു. അതിന് സാംസ്കാരിക ബന്ധനമില്ല. അപ്പം പരമാത്മാവ് കോടിക്കണക്കിന് ജീവികളാൽ ഈശ്വര രൂപത്തിൽ ആരാധിക്കപ്പെടുന്നതിനാണ്. അപ്പൊ ആത്മീയത എന്ന് പറയുമ്പോൾ ഒരു ആരാധനയാണ്. എല്ലാവരും ഈശ്വരനായിട്ട് എന്തിനെല്ലാം ആരാധിക്കുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിലുള്ള എന്തോ ആണ് ഈ ആരാധിക്കേണ്ട എന്തെല്ലോ ഒരു സംഗതിയാണ് ഈ ആത്മാവ്, പരമാത്മാവ് എന്നാണ് സാധാരണക്കാരൻ ധരിച്ചു വെച്ചിരിക്കുന്നത്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എവിടെയല്ലോ പോയിട്ട് പ്രാർത്ഥിക്കുന്നു, അതാണ് പരമാത്മാവ്. പിന്നെ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യും? കുറേ വാക്കുകളെല്ലാം കേട്ടിട്ടുണ്ട്. പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, യോഗം, അനുമാനം, ആത്മവിചിന്തനം മുതലായവ മുഖേന ഏറ്റവും സൂക്ഷ്മവും. അപ്പം ഇതെല്ലാം ഇങ്ങനെയെല്ലാം കുറേ കേട്ടിട്ടുണ്ട്. ധ്യാനിക്കുക, സമാധി ഇരിക്കുക, ഇതെല്ലാം പരമാത്മാവിൻ്റെ സംഗതികൾ എന്നാണ് സാധാരണക്കാരൻ്റെ നിലയിലുള്ളത്. എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് ധ്യാനിക്കണം. ആത്മീയം ഇതെല്ലാം ആത്മീയം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊന്നുമല്ല സംഗതി. എന്നിട്ടോ പിന്നെ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, സൂക്ഷ്മത്തിൽ ഒരു മുടിനാരിൻ്റെ 1000-ൽ 1 ഭാഗത്തോളം അതിനെക്കാട്ടിയും സൂക്ഷ്മമാണ് ഒരു സംഗതി. അത് ഞാൻ തന്നെ, ഇങ്ങനെ കുറേ വാക്ക് വെക്കാം. അത് ഞാൻ തന്നെ, ഇങ്ങനെ കുറച്ച് വാക്കുകളെല്ലാം എല്ലാവരുടെ കൈമലും ഉണ്ട്.
ആത്മീയത പറയുന്നവരുടെ എല്ലാം കൈമേലുള്ള ചില വാക്കുകളാണ് ഇതെല്ലാം. പരമാത്മാവായ അത് ഞാൻ തന്നെ എന്ന ചിന്തയിൽ ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നു. ഇങ്ങനെ ചിന്തയെല്ലായിട്ട് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആത്മാവിന് ആത്മസാക്ഷാത്കാരം കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. കാരണം അധികവർക്കും ആർക്കും കിട്ടുന്നതായിട്ട് കാണുന്നില്ല. എല്ലാവരും ഇങ്ങനെ പല പ്രഭാഷണങ്ങളും അത് ഇതെല്ലായിട്ട് നടക്കുകയാണ്. അല്ല, ബ്രഹ്മത്തിൽ പോയി ലയിച്ചിട്ടില്ല. അപ്പൊ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതൊരിക്കലും ജനിക്കുന്നില്ല. ഇതെല്ലാം ബൈഹാട്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊരിക്കലും ജനിക്കുന്നില്ല, വിറക്കുന്നില്ല, പൊട്ടുന്നില്ല, ഛേദിക്കപ്പെടുന്നില്ല. അത് നിർഗുണനാണ്, ശുദ്ധ സ്വരൂപമാണ്, നിർമ്മലനാണ്, നിരഞ്ജനനാണ്, വികാരഹീനനാണ്, ശബ്ദരസഹീനനാണ്, ജ്ഞാനഹീനനാണ്, നിർവികൽപ്പനാണ്, ആകാംക്ഷയില്ലാത്തവനും സർവവ്യാപി എല്ലായിടത്തുള്ള സംഗതിയാണ്. അചിന്ത്യനും വർണ്ണനാതീതനുമാണ്. അത് അശുദ്ധവും അപവിത്രവുമായതിനെ ശുദ്ധവും പവിത്രവുമാക്കുന്നു. അതെല്ലാത്തിനെയും എന്ത് ചെയ്യും? ശുദ്ധമാക്കും, പവിത്ര. എല്ലാവരും വല്ലവരും മോശ ആൾക്കാരാണെങ്കിൽ അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അതെല്ലാം ശുദ്ധമാക്കിയിട്ട് തരും. അതിന് സാംസ്കാരിക ബന്ധം എന്നൊന്നുമില്ല. ഇങ്ങനെയുള്ള കുറേ പ്രഭാഷണത്തിലൂടെ എന്തെല്ലോ ധരിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് പരമാത്മാവ്. ആരെ സംബന്ധിച്ചിടത്തോളം? അജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം. ആത്മീയത ഇന്ന് പ്രഭാഷണങ്ങൾ ആത്മീയത എന്തുവേണം? കുറേ ധ്യാനിക്കണം, നമ്മൾ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. കുറേ പോയി പറ്റുമെങ്കിൽ സമാധി ഇരിക്കാൻ കുറച്ച് കാലത്ത് കുറച്ച് യോഗയെല്ലാം ചെയ്യണം. പിന്നെ പ്രാണായാമം, കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് എല്ലാം ചെയ്യുന്നതാണ് പരമാത്മാവ്. കുറച്ച് യോഗയെല്ലാം എടുക്കുമ്പോൾ അവർ ആ പരമാത്മാവോട് അടുത്ത് കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് അത് ഞാൻ തന്നെ, അതെല്ലാം കുറച്ച് ബൈഹാട്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെയെല്ലാം കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടോ അതൊരിക്കലും ജനിക്കില്ല. അതിന് എല്ലായിടത്തും സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെയുള്ള എന്തെല്ലോ ഒരു ധാരണയിലാണ് സാധാരണക്കാരുടെ പരമാത്മാവ് കിടക്കുന്നത്. പക്ഷെ പരമാത്മാവ് ഇങ്ങനെയൊന്നുമല്ല. ഇത് സയൻസിലോട്ട് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. സയൻസിലോട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പരമാത്മാവ്, ആത്മാവ്. അത് വളരെ ലളിതമായിട്ട് ഇങ്ങനെ ഒന്നും ഒരു ഇതെല്ലാം ഭാഷ വെച്ചിട്ടുള്ള ആൾക്കാർ പറയുന്ന കേട്ട് വെച്ചിട്ടുള്ള എന്തെല്ലോ ധാരണകളാണ് ഈ പരമാത്മാവിന്, സാധാരണക്കാരൻ്റെ ഒരു പരമാത്മാവിനെ പറ്റിയുള്ള ധാരണക്ക് കാരണം. അല്ലാതെ അത് ലളിതമായിട്ട് മനസ്സിലാക്കിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ശരി തന്നെയാണോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം ശരി തന്നെയാണ്. ഇതിലൂടെയെല്ലാം തന്നെ. കാരണം സമാധിയിലൂടെ അവസാന സമാധിയാവും, ധ്യാനിച്ചുകൊണ്ടിരിക്കണം, അതിലേക്ക് പോകാൻ. ഇതെല്ലാം ചില വഴികളും അതും ഇതുമെല്ലാണ് സംഗതി. പക്ഷേ അവസാനം എത്തിച്ചേരുന്ന ആ സ്റ്റേജ്, അതെന്താണ് ആ സാധനം? നിർഗുണമായ ആ സാധനം. ആ സാധനത്തെ പറ്റി വലിയ വിവരമൊന്നുമില്ല. ഇങ്ങനെ കുറേ വാക്കുകൾ. ആത്മീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയും പുറമെ പോയിട്ട് പിന്നെ കുറച്ച് എല്ലാം കൂടുതലുണ്ട്. വേറെ ചില വാക്കുകളെല്ലാം ബൈഹാട്ടാക്കി വെച്ചിട്ടുണ്ട്. സനാതനം എന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് വാക്കുകളും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സംസ്കാരം, ഇങ്ങനെയെല്ലാം കുറച്ച് എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ആത്മീയതയുടെ കിടപ്പിപ്പോൾ ഉള്ളത്. പരമാത്മാവ് എന്ന് പറയുന്നത്, പരമാത്മാവിൻ്റെ സാക്ഷാത്കാരം ഇങ്ങനെയല്ലാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എല്ലാവരും കണക്കൂട്ടിയിരിക്കുന്നത്. പക്ഷെ സംഗതി ഇതൊന്നുമല്ല. പക്ഷെ ഉപനിഷത്ത് പറയുന്ന ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഉപനിഷത്തുകളിലെല്ലാം പറയുന്നത് എല്ലാം കളഞ്ഞു കെട്ടി പോയിക്കൊള്ളുക, ഉടുതുടി അടക്കം പറ്റുമെങ്കിൽ ഉപേക്ഷിച്ചിട്ട് എല്ലാവരും വിട്ടിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോകാനാണ് പറയുന്നത്. ഉപനിഷത്ത് മുഴുവൻ നീട്ടി വലിച്ച് എവിടെ തുറക്കിക്കഴിഞ്ഞാൽ ഇതാണ് പറയാനുള്ളത്. പക്ഷേ പ്രഭാഷണങ്ങളിലൊന്നും അതാരും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേൾക്കാൻ ആരും വരാൻ പോകുന്നത്. എല്ലാം കളഞ്ഞു കെട്ടി പോകുന്നതാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നാരാണ് അതിൻ്റെ വഴിക്ക് വരിക. അപ്പോൾ തന്നെ ഗുഡ് ബൈ പറഞ്ഞിട്ട് അവിടെ സ്ഥലത്ത്. അതുകൊണ്ട് അത് മാത്രം കൊണ്ടില്ല, ഇങ്ങനെ കുറച്ച് സമാധി, ധ്യാനം, ധാരണ, പ്രാണായാമം, അതൊരു മുടിനാരിൻ്റെ ആയിരത്തിൽ ഒരു ഭാഗത്തിലെ കടി ചെറുതാണ്, അത് സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ്. അതിങ്ങനെ എല്ലാ സർവ്വത്തിലും വ്യാപിച്ചു കിടക്കുന്നു. അതാണ് നമ്മുടെ സനാതനമായ വേദങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടങ്ങ് കാച്ചിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ എന്തെല്ലോ ആണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് സാധാരണക്കാരൻ്റെ അജ്ഞാനിയുടെ
പരമാത്മാവ്. ഇനി അടുത്ത് കുറച്ച് വിസ്തരിച്ചിട്ട് അടുത്തതിലോട്ട് ഇതെന്താണ് ഈ സംഗതികൾ എന്ന് പറഞ്ഞു തരികയാണ് ഇനി തുടർന്ന് വരുന്നത്. അത് അടുത്തതിലായിട്ട്